മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്യാം, കാരണം നന്നായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്, മേളയിലൊക്കെ നല്ല വേഷം ചെയ്തതാണ് എന്നൊരു സജഷൻ വരികയും അങ്ങനെ മമ്മൂക്കയെ വിളിച്ചിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് വരാൻ പറയുകയും ചെയ്തു. ഇദ്ദേഹം എറണാകുളത്ത് നിന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക് വരുന്നു. ട്രിവാൻഡ്രത്ത് വന്ന് അന്ന് ഞങ്ങളൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ ഇപ്പുറത്തെ മുറിയിൽ നിന്ന് തമ്പി സാർ എഴുതിക്കൊണ്ടിരിക്കും, ഇപ്പുറത്തെ മുറിയിൽ ഞാൻ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വന്ന് മമ്മൂക്ക ആ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു. ആ ഡ്രൈവറാണ് വിളിച്ചുകൊണ്ട് വന്നത്. അതൊന്ന് ഫസ്റ്റ് വന്ന് വാതിൽ മുട്ടുന്നു, എൻ്റെ വാതിൽ. ഞാൻ തുറന്നപ്പോൾ മമ്മൂട്ടിയാണ് അവിടെ നിൽക്കണേ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞു. ഞാൻ സുരേഷ് ബാബു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു, തമ്പി സാറിനോട് ഞാൻ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ തമ്പി സാറിനെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ താങ്കൾ പറഞ്ഞ ആൾ വന്നിട്ടുണ്ട്, വരാൻ പറ എന്ന് പറഞ്ഞു. അങ്ങനെ തമ്പി സാറ് ഒരു റഫായിട്ടുള്ളൊരു ഐഡിയ മമ്മൂട്ടിക്ക് അതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം, ആ സബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, വൈകുന്നേരം ബാബു സിസ്റ്റം പ്രിൻ്റ് ഇട്ട് കാണിച്ചു തരും. ഭൂരാ ഒരു കേൾവിക്കറയുടെ സിസ്റ്റം പ്രിൻ്റ് നമ്മുടെ കയ്യിലുണ്ട്, എനിക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ അന്ന് ആ മുന്നേറ്റ സമയത്ത് ഞാൻ ഒന്നും അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല, മമ്മൂക്കാന്നും വിളിച്ചിട്ടില്ല, മമ്മൂട്ടിന്ന് വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ വിട്ടു ബ്ലാങ്കായിട്ട്. അദ്ദേഹം ഇടയ്ക്ക് കയറി സാറ് ബാബു സാറെന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട ബാബു എന്ന് വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ ഒന്നും പേര് വിളിച്ചിട്ടില്ല. ആ രീതിക്കാണ് അന്ന് മുന്നേറ്റ സമയത്ത് ഇത് പൊയ്ക്കൊണ്ടിരുന്നത്.